മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട 4 വയസ്സുകാരൻ മരിച്ചു. നെടിയിരുപ്പ് മേലേപ്പറമ്പ് സ്വദേശി ഹമീദ് നദീറ ദമ്പതികളുടെ മകൻ ആദം ഐമനാണ് മരിച്ചത്. ചേലേമ്പ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ്. കനത്ത മഴ പെയ്ത ഒരു സ്ഥലം കൂടിയാണ്. ഒരു 4 വയസ്സുകാരന്റെ അതിദാരുണമായ മരണം കൂടി അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ? ജിൽസി, തീർച്ചയായിട്ടും കനത്ത മഴയായിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരല്പം മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മേഘാവൃതമായിട്ട് ആകാശം മേഘാവൃതമായി മൂടിക്കെട്ടി അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു പക്ഷേ ഇനിയും മഴ തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഉച്ചയോട് കൂടി ഒരല്പമാണ് മഴയ്ക്ക് ശമനം വന്നിരിക്കുന്നത്. അത് ഒരല്പം ആശ്വാസം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മലപ്പുറം ജില്ലയിലും വ്യാപകമായ മഴക്കെടുതിയുണ്ടായി. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഒരു മരണവും, ഒരു 4 വയസ്സുകാരന്റെ മരണവും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം കൊണ്ടോട്ടി നീറാടാണ് ഇത്തരത്തിൽ 4 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നത്. നീറാട് തോട്ടിൽ വീണാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നത്. കൊണ്ടോട്ടി നെടിയിരുപ്പ് സ്വദേശി കണ്ണമ്പത്തൊടി ഹമീദ് നദീറ ദമ്പതികളുടെ മകൻ ആദം ഐമൻ എന്ന 4 വയസ്സുകാരൻ ആണ്. ഈ കുട്ടി ഉമ്മയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു. വീടിന് സമീപത്തെ തോട്ടിന് കരയിലൂടെ പോകുന്നതിനിടെ അബദ്ധവശാൽ തോട്ടിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് കരുതുന്നത്. തോടെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മഴ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ കുട്ടിയും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടി പുഴയിലേക്ക് വീഴുകയായിരുന്നു. പിന്നീട് ഏറെ വൈകി ആളുകൾ ഈ കുട്ടിയെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. ഏതായാലും മലപ്പുറം ജില്ലയിൽ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് റെഡ് അലർട്ടാണ്. വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം രാവിലെ തന്നെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തു പോകുന്നത് ശ്രദ്ധിക്കണമെന്നുള്ള അക്കാര്യം പ്രത്യേകിച്ച് വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ പുഴകളും തോടുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് കൃത്യമായ നിർദ്ദേശങ്ങൾ, അത് കൃത്യമായി പാരന്റ്സ് ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണം. മുതിർന്ന ആളുകൾ അടക്കമുള്ളവരും ഇത്തരത്തിൽ ഇങ്ങനെ പുഴയിലേക്കോ അല്ലെങ്കിൽ തോടുകളിലേക്കോ ഭാഗത്തേക്കൊന്നും തന്നെ പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം കൈനിക്കോട് വീടിന് സമീപം വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള മതിൽ തകർന്നു വീണ് അപകടമുണ്ടായിരിക്കുന്നു. അവിടെ ഈ വീട്ടിന് സമീപം നിൽക്കുകയായിരുന്ന ഉമൈബ എന്ന ഒരു സ്ത്രീ ഈ മതിലുകൾക്കൊപ്പം അല്ലെങ്കിൽ മണ്ണുകൾക്കൊപ്പം താഴേക്ക് പതിക്കുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഭാഗ്യവശാൽ അവർക്ക് ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല. ചെറിയ പരിക്കുകളാണ് സംഭവിച്ചത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ 3 വീടുകൾ അവിടെ താമസയോഗ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അവരിപ്പോൾ തൽക്കാലം സമീപത്തെ ഒരു മദ്രസയിലേക്ക് ക്യാമ്പൊരുക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം അവരുടെ അടുക്കള ഭാഗം ഉൾപ്പെടെയുള്ള അടുക്കള ഭാഗത്തിന്റെ തറയോട് ചേർന്ന ഭാഗമാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. അവരെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മലപ്പുറം ചേലേമ്പ്രയിൽ ശക്തമായ മഴയിൽ ചേലേമ്പ്ര ചേലു പാടത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ദേശീയപാത 6 വരി പാതയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു വന്നതാണ് ഇത്തരത്തിൽ അപകടത്തിന് അല്ലെങ്കിൽ വെള്ളം കയറാനുണ്ടായ ഒരു സാഹചര്യം. സമീപത്തെ തോടും റോഡും നിറഞ്ഞു കവിഞ്ഞാണ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീടിന്റെ തറയോട് ചേർന്ന ഭാഗങ്ങളിലൂടെ വെള്ളം ഒഴുകിയതോടെ ഈ ഭാഗത്ത് മണ്ണൊലിച്ചു പോയി വീടുകൾ അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടായതോടെ ഒരല്പം വെള്ളത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും വലിയ അപകട ഭീഷണിയാണ്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മോങ്ങത്തും ദേശീയപാതയിൽ വെള്ളം കയറി ഒരല്പസമയം ഗതാഗതം തടസ്സപ്പെടുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് പോയി. പക്ഷേ പിന്നീട് മഴ ഒരല്പം ശമനം ചെയ്തതോടുകൂടി വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം വടക്കേ മണ്ണയിൽ കോട്ടക്കൽ മലപ്പുറം റോഡിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗതാഗത തടസ്സം നേരിട്ടു. പുലർച്ചയോടുകൂടിയാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. പിന്നീട് ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ എത്തി JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മലപ്പുറം കാവനൂരിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീഴുന്ന ഒരു അപകടമുണ്ടായി. അവിടെ അംഗൻവാടിയും ഈ വീടുമൊക്കെ തന്നെ അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ്. സമാനമായി മലപ്പുറം കോടൂർ ചോലക്കലും വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. വടക്കേമണ്ണ സ്വദേശി ഹമീദിന്റെ വീട്ടിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. മലപ്പുറം ഹാജിയാർ പള്ളിയിലും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ESI റോഡിലെ വീടുകളിലേക്കാണ് ഇന്ന് പുലർച്ചെ മലമുകളിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളം ഇരച്ച് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മലപ്പുറം ജില്ലയിലും മഴക്കെടുതികൾ ശക്തമാണ്. മലപ്പുറത്ത് ഇന്ന് റെഡ് അലേർട്ടാണ്. അല്പം മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മഴ ശക്തമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കുന്നു. ഏതായാലും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി, നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗികമായി ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ മറ്റു ഇടങ്ങളിൽ ആളുകളെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ലെങ്കിലും പ്രാദേശികമായ ആളുകളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മലപ്പുറത്തൊക്കെ മണ്ണിടിച്ചിലുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. താൽക്കാലികമായ ഷെൽട്ടറുകൾ തുറന്നിട്ടുണ്ട്. പ്രദേശത്തെ മദ്രസകൾ ഉൾപ്പെടെയുള്ള ഷെൽട്ടറുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജില്ലയുടെ തീരദേശ മേഖലകളിലും മഴ ശക്തമായി തുടരുന്ന ഒരു പശ്ചാത്തലമാണ്. മലപ്പുറത്ത് മഴ ശക്തമായി തന്നെ തുടരുകയാണ്.